ആടുജീവിതം എന്ന സിനിമയിലൂടെ അറേബ്യയും മണലാരണ്യങ്ങളും അറബ് ജീവിതവും ഒക്കെ വീണ്ടും ചർച്ചയാവുകയാണ്. നന്മതിന്മകളെ മണലാരണ്യത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ടും അയാൾ അതിലേക്ക് തള്ളിയിട്ട കാരുണ്യമില്ലാത്ത ഒരു അറേബ്യക്കാരനായ മനുഷ്യനെ കൊണ്ടും അളന്ന് തിട്ടപ്പെടുത്തുകയാണ് കുറച്ചു മലയാളികളെങ്കിലും. കരുണ എന്നത് വർണ്ണ, വർഗ, ജാതി, മത, ഗോത്ര, രാജ്യ സ്വഭാവമല്ലെന്നും അതുള്ളവരും ഇല്ലാത്തവരും എല്ലായിടത്തും ഉണ്ടെന്നും ഓർത്തുകൊണ്ട് മുഹമ്മദ് അസദിന്റെ മക്കയിലേക്കുള്ള പാത എന്ന മനോഹരമായ കാൽപ്പനികതയും കാവ്യഭംഗിയുമുള്ള യാത്രാ വിവരണ പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എം.എൻ. കാരശ്ശേരി മാഷ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത പുസ്തകത്തിൽ കാരശ്ശേരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേരളവും അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിന് നിരവധി നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വ്യാപാര വിനിമയത്തിൽ ആരംഭിച്ച് സാംസ്കാരിക വിനിമയങ്ങളിലൂടെ ശക്തിപ്പെട്ട ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. ആ മരുഭൂമിയിൽ ഉറവ പൊട്ടിയ വിശ്വാസാദർശങ്ങൾ മലയാളികൾക്ക് കുറെയൊക്കെ പരിചിതമാണെങ്കിലും അവിടുത്തെ സാമൂഹ്യ ജീവിതവും കലാരൂപങ്ങളും മറ്റും നമുക്ക് അജ്ഞാതം തന്നെ. വർഷം തോറും തീർത്ഥാടകരായി അറേബ്യയിലെത്തുന്ന ആയിരക്കണക്കിന് മലയാളികളിൽ ചിലർ തീർത്ഥാടനത്തിലെ അനുഭവങ്ങളെ പറ്റിയും അനുഷ്ഠാന മുറകളെ പറ്റിയും കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എങ്കിലും അവയൊന്നും അറേബ്യയെ അടുത്ത് പരിചയപ്പെടുവാൻ സഹായകമല്ല. നമ്മുടെ മികച്ച സഞ്ചാര സാഹിത്യകാരന്മാരാരും ആ ഭൂപ്രദേശങ്ങളിൽ എത്തിപ്പെട്ടതുമില്ല. ഈ പശ്ചാത്തലത്തിൽ അറേബ്യയുടെ ഒരു നേർചിത്രം അവതരിപ്പിക്കുന്ന കൃതിയാണ് മക്കയിലേക്കുള്ള പാത. മരുഭൂമിയും ദുസ്സഹമായ കാലാവസ്ഥയും സാംസ്കാരിക രാഷ്ട്രീയ പരിതസ്ഥിതികളും പുറം ലോകത്തെ അറബികളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് സാഹസികരായ ചില പാശ്ചാത്യർ അറേബ്യൻ ഉപദ്വീപിലെ മണലാരണ്യങ്ങളിലേക്ക് കടന്നു ചെന്നത്. അക്കൂട്ടത്തിൽ പ്രാതസ്മരണീയനായ റിച്ചാർഡ് ബട്ട്ലൺ ആ ഭാഗങ്ങളിൽ നടത്തിയ യാത്രയെപ്പറ്റി രചിച്ച മക്കയിലേക്കും മദീനയിലേക്കുമുള്ള തീർത്ഥയാത്രയുടെ വൈയക്തിക കഥനം എന്ന പുസ്തകം 1885 പുറത്തു വന്നു. അറബ് സംസ്കാരത്തെപ്പറ്റി ഏറെക്കുറെ വസ്തുനിഷ്ഠമായ വിവരണം നൽകിയ ആദ്യ കൃതി എന്ന നിലയിൽ ബർട്ടന്റെ പുസ്തകം ശ്രദ്ധേയമാകുന്നു. പ്രശസ്ത സഞ്ചാരിയായ ചാൾസ് ഡോട്ടി അറേബ്യൻ മരുഭൂമിയിലെ പര്യടനങ്ങൾ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് 1888 അറബി നാടുകളിലെ മരുജീവിത ചിത്രീകരണത്തിന് പേരുകേട്ട പ്രശസ്ത കൃതി ഇന്നും ഈ രംഗത്ത് ക്ലാസിക്കാണ്. മക്കയിലേക്കുള്ള പാത യാത്രാ വിവരണമാണ്. അതേസമയം ജീവിതത്തെ പല തലങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ സൂക്ഷ്മവേദിയായ ഒരു എഴുത്തുകാരന്റെ ആത്മകഥയും 30കളിലും 40കളിലും അറേബ്യൻ ചരിത്രം അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ ആ നാട്ടുകാരിൽ ഒരാളായി നോക്കിക്കണ്ട ഗ്രന്ഥകാരന്റെ അനുഭവ വിവരണങ്ങൾ ഈ ഗ്രന്ഥത്തെ വിലപിടിച്ച ചരിത്രരേഖയാക്കി മാറ്റുന്നു. കുറച്ചുകാലം ചലച്ചിത്രകാരനായിരുന്നതുകൊണ്ടാവാം അസദിന്റെ രചനാശില്പം മുഖ്യമായും തിരക്കഥയുടേതാണ്. ഇവിടെ ദൃശ്യബിംബങ്ങളും ശ്രവ്യബിംബങ്ങളും ഇടകലരുന്നു. കഥാകഥനത്തിൽ കാലത്തിന്റെ വിരസതയുടെ പരിമിതികളെ ലംഘിക്കുവാൻ ഫ്ലാഷ് ബാക്കുകളുടെ പ്രവാഹം സഹായകമാകുന്നു. എത്ര ഗംഭീരമായതും എത്ര നിസ്സാരമായതും കൺമുൻപിൽ കാണിക്കുവാൻ ആ തൂലിക പ്രാപ്തമായി തീരുന്നു. നോട്ടം കൊണ്ടുപോലും ക്ഷതപ്പെട്ടു പോകുന്ന സൂക്ഷ്മ ദൃശ്യങ്ങളുടെ അത്രമേൽ സൂക്ഷ്മമായ മനോഹാരിതകൾ പോലും പകർന്നു തരുവാൻ ആ ശൈലിക്ക് സാധിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും തുറന്നു വെച്ചാണ് അസദ് യാത്ര ചെയ്യുന്നത്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മരുഭൂമിയെ പറ്റി വായിക്കുകയല്ല, മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. സാധാരണ മനുഷ്യർക്ക് സങ്കല്പത്തിൽ മാത്രം സാധ്യമായ സാഹസികതയോടെ മരുഭൂമി താണ്ടിക്കടന്ന് പോവുകയാണ്. മരുഭൂമിയാണ് അസദിന്റെ മുഖ്യ കഥാപാത്രം. അതിന്റെ രൂപപകർച്ചയിലും ഭാവപകർച്ചയിലും ഈ സഞ്ചാരി കണ്ണു നട്ടിരിക്കുകയാണ്. അവിടുത്തെ വെയിലും നിലാവും ശരീരത്തിലും ആത്മാവിലും അദ്ദേഹം അനുഭവിക്കുന്നു. അവിടുത്തെ ഇരവും പകലും സംവേദക്ഷമമായ ആ മനസ്സിൽ അനുഭൂതികളുടെ ഉറവകൾക്ക് ജന്മം നൽകുന്നു. മരുഭൂമി അവിടുത്തെ മനുഷ്യന്റെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം അപഗ്രഥിക്കുന്നു. ഈ അപഗ്രഥനം നരവംശ വിജ്ഞാനീയത്തിലേക്ക് നീണ്ടു ചെല്ലുന്നു. വിവരണം കവിതയായി രൂപം മാറുന്നു. 1001 രാവുകളുടെ പരിഭാഷകനായ റിച്ചാർഡ് ബട്ടന്റെ കാൽപ്പനിക ദാഹവും മരുഭൂമി ചിത്രീകരണത്തിന്റെ പ്രൗഢ മാതൃക സൃഷ്ടിച്ച ഡോട്ടിയുടെ ശൈലി ഗാംഭീര്യവും അവരുടെ ഈ പിൻഗാമിയുടെ രചനാശില്പത്തിൽ വിശദമായി ഒത്തുചേരുന്നു. അറബി ജീവിതത്തെപ്പറ്റി മുൻഗാമികൾ സ്വയം അറിയാതെ പടച്ചുവെച്ച വികല ബിംബങ്ങൾ മാറ്റി വരയ്ക്കുവാനും
അദ്ദേഹത്തിന് കഴിയുന്നു. നൂറ്റാണ്ട് കാലം മണലാരണ്യങ്ങളിലും ഇസ്ലാമിക വിശ്വാസം പുലരുന്ന നാടുകളിലും അലഞ്ഞു നടന്ന ഒരു സഞ്ചാരി ജീവിത സായാഹ്നത്തിൽ ഗൃഹാതുരത്വത്തോടെ നടത്തുന്ന തിരിഞ്ഞുനോട്ടമാണ് ഈ കൃതി. അസദ് സൈകത ഭൂമികളിലൂടെ കൗതുകത്തോടെ കടന്നു പോവുകയല്ല, മരുഭൂനിവാസികളായ ബദവികളിൽ ഒരാളായി മാറിക്കൊണ്ട് വർഷങ്ങളോളം ആ നാടോടി ജീവിതം രുചിച്ചറിയുകയാണ്. ശ്വാസത്തിലൂടെയും വിശ്വാസത്തിലൂടെയും അദ്ദേഹം അറേബ്യൻ മരുഭൂമികളെ അനുഭവിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജനനം കൊണ്ട് ജൂതനായ ലിയോപോൾഡ് വെയ്സ് മുഹമ്മദ് അസദ് ആയി തീർന്നത്. അദ്ദേഹത്തിന്റെ സഹയാത്രികനായ സയ്യിദ് അഭിപ്രായപ്പെട്ടതുപോലെ അദ്ദേഹം ആദ്യം ബദവി ആവുകയാണ് ഉണ്ടായത്, പിന്നീടാണ് മുസ്ലിം ആയത്. ഇപ്പോൾ പോളണ്ടിൽപ്പെട്ട ലോവിൽ 1900 ആണ്ട് ജൂലൈയിൽ പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരു ജൂത കുടുംബത്തിൽ പിറന്ന ലിയോപോൾഡ് വെയ്സ് ഹിബ്രു, അരമായ ഭാഷകളിലും ജൂത വേദങ്ങളിലും കുട്ടിക്കാലത്ത് തന്നെ വ്യുൽപ്പത്തി നേടി. വിയന്ന സർവകലാശാലയിൽ തത്വചിന്തയും കലാചരിത്രവും പഠിക്കാൻ ആരംഭിച്ചുവെങ്കിലും അത് മുഴുവിപ്പിച്ചില്ല. കുറച്ചുകാലം സൈനികനായിരുന്നു. പത്രപ്രവർത്തകനായി ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചുപോയി എത്തിപ്പെട്ടത് സിനിമാ രംഗത്താണ്. തിരക്കഥാകൃത്തും സഹസംവിധായകനുമായി പ്രവർത്തിച്ചു. ഒടുക്കം പത്രപ്രവർത്തകനായി. വിശ്വപ്രസിദ്ധ പത്രമായ ഫ്രാങ്ക്ഫൂർട്ടർ സീറ്റൻ അടക്കമുള്ള പല പ്രമുഖ പത്രങ്ങളുടെയും മധ്യപൗരസ്ത്യകാര്യ ലേഖകനായിരുന്നു. സാഹസികതയും സഞ്ചാരവും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന വെയ്സ് ഒരിടത്തും സ്ഥിരമായി തങ്ങിയില്ല. മധ്യപൗരസ്ത്യ ദേശത്തെങ്ങും എത്രയോ വർഷം അദ്ദേഹം സഞ്ചരിച്ചു. ആ യാത്രകളെ പറ്റിയെല്ലാം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അറബികളുടെ ജീവിതവും തുടർന്ന് അവരുടെ വിശ്വാസവും വെയ്സിനെ ആകർഷിച്ചു. 26-ാം വയസ്സിൽ ബെർലിനിൽ വെച്ച് ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച അദ്ദേഹം മുഹമ്മദ് അസദായി. തുടർന്ന് അറബി ഭാഷയിലും ഇസ്ലാമിക വിജ്ഞാനങ്ങളിലും അവഗാഹം നേടിയ അദ്ദേഹം നിരവധി വർഷങ്ങളുടെ അധ്വാന ഫലമായി ഖുറാനും നബിചര്യകളും വ്യാഖ്യാനിച്ചു. ഇബ്നു സൂദ്, റിസാ ഷാ, ഫൈസൽ തുടങ്ങിയ ഭരണാധിപന്മാരുടെയും സയ്യിദ് അഹമ്മദ്, ഉമർ അൽ മുഖ്താർ തുടങ്ങിയ പ്രസ്ഥാന നായകന്മാരുടെയും മുഹമ്മദ് ഇക്ബാലിനെ പോലുള്ള മഹാകവികളുടെയും സുഹൃത്തായിരുന്നു അസദ്. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും അലഞ്ഞു തിരിയുന്ന കൂട്ടത്തിൽ അസദ് 1-2 തവണ ഇന്ത്യയിലും വരികയുണ്ടായി. 1943-ൽ ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി കുറച്ചുകാലം അദ്ദേഹം കാശ്മീരിൽ താമസിച്ചിരുന്നു. വിശ്വാസത്തിന്റെ തീവ്ര അന്വേഷണവുമായി അലഞ്ഞു തിരിയവേ കാശ്മീരിൽ എത്തിപ്പെട്ട നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ട കഥ ഓർമ്മയുടെ അറകളിൽ വിവരിച്ചിട്ടുണ്ട്. ബഷീർ എഴുതിയത് ഇങ്ങനെയായിരുന്നു: കുളിച്ച് ആഹാരം കഴിച്ച് എനിക്ക് മുഹമ്മദ് അസദിനെ പോയി കാണണം. അദ്ദേഹം ഓസ്ട്രിയക്കാരനായ ജൂതനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ലിയോപോൾഡ് വെയ്സ് ഇസ്ലാം മതം സ്വീകരിച്ച് അറേബ്യയിൽ പോയി അറബ് പഠിച്ച് ഒരു അറബ് സ്ത്രീയെ കല്യാണം കഴിച്ച് കാശ്മീരിൽ വന്ന് ശ്രീനഗറിൽ താമസിക്കുന്നു. ഹദീസുകൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരനായി കണ്ണു കാണാത്ത ഒരു അറബി പണ്ഡിതനുമുണ്ട്. ഞാൻ അവരുടെ കൂടെ അറബി മട്ടിലുള്ള ആഹാരം കഴിച്ചിട്ടുണ്ട്. മുഹമ്മദ് അസദ് ഇസ്ലാം ഓൺ ദി ക്രോസ് റോഡ്സ് എന്ന ഗ്രന്ഥവും ഹദീസിന്റെ 1-ാം വാല്യവും എനിക്ക് തന്നു. ഞാൻ അദ്ദേഹത്തെ ഡോക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. ഫ്രഞ്ച് മട്ടിൽ കത്രിച്ച താടിയും നീണ്ട മുഖവും സൗന്ദര്യമുള്ള കണ്ണുകളുമായിരുന്നു അദ്ദേഹത്തിന്. ആധുനിക കാലത്ത് മതത്തിന്റെ പ്രസക്തി എന്ത് എന്നും ആ പ്രസക്തിയിൽ ഭിന്ന മതങ്ങളെ എങ്ങനെ താരതമ്യം ചെയ്യാമെന്നും ഗ്രന്ഥകാരൻ ആലോചിക്കുന്നുണ്ട്. വെറുതെ വേദഗ്രന്ഥങ്ങൾ തുറന്നു വെച്ച് അവയിലെ വാക്യങ്ങൾ ഉദ്ധരിക്കുന്ന രീതി അസദിന് പരിചയമില്ല. വേദഗ്രന്ഥങ്ങളിൽ തുടങ്ങുന്ന ഒരു വാക്യം അസദ് വായിച്ചു തീർക്കുന്നത് ഒരു ജീവിത സന്ദർഭത്തിലാകും. സാമൂഹ്യ ജീവിതത്തിൽ ആരംഭിക്കുന്ന മറ്റൊരു വാക്യത്തിന്റെ അറ്റം അദ്ദേഹം കണ്ടെത്തുന്നത് ഏതെങ്കിലും വേദഗ്രന്ഥത്തിലാവും. ജീവിതത്തെയും പ്രകൃതിയെയും ആധ്യാത്മികതയോട് ബന്ധപ്പെടുത്തി മാത്രം ആലോചിക്കാൻ കഴിയുന്ന അസദിന്റെ പ്രതിപാദനം അതുകൊണ്ട് തന്നെ ആർക്കും താല്പര്യകരമായി തോന്നും. പാശ്ചാത്യനായി ജനിക്കുകയും പൗരസ്ഥനായി ജീവിക്കുകയും ചെയ്ത അസദിന് ഇരു സമൂഹങ്ങളെയും അടുത്തറിയാൻ സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. വിശ്വാസ ആദർശങ്ങളിലും കലാരൂപങ്ങളിലും വെളിപ്പെടുന്ന ഇരു സമൂഹങ്ങളെയും താരതമ്യം ചെയ്യുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന വൈദഗ്ധ്യം ഏതു വായനക്കാരനും ഒരു നേട്ടമായി അനുഭവപ്പെടും. ചരിത്രവും പാരമ്പര്യവും കാലാവസ്ഥയും ഭൂപ്രകൃതിയും മനുഷ്യന്റെ സ്വഭാവത്തെയും മതവിശ്വാസത്തെയും സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് അസദ് മുഖ്യമായും ചിന്തിക്കുന്നത്. ഇറാനികളുടെ വിശ്വാസ ആചാരങ്ങളെ കുറിച്ച് അദ്ദേഹം നടത്തിയ ആലോചന ഈ വഴിക്കുള്ള ശ്രദ്ധേയമായ ഒരു പഠനമാണ്. ഉൾക്കാഴ്ച കൊണ്ട് അഗാധവും ആവിഷ്കാരത്തിന്റെ കാൽപ്പനിക സൗകുമാര്യം കൊണ്ട്
പ്രദീപ്തവുമായ പേർഷ്യൻ കത്ത് എന്ന അധ്യായം അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിലെ മുന്തിയ ഭാഗമായി തീരുന്നു. പുറത്തിറങ്ങിയ കാലത്ത് തന്നെ ഈ ഗ്രന്ഥം പാശ്ചാത്യ പത്രങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റുകയുണ്ടായി. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം കുറയ്ക്കുവാനും ഭിന്ന ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ഐക്യം കെട്ടിപ്പടുക്കുവാനും വായനക്കാരന്റെ ലോകവീക്ഷണം വിശാലമാക്കുവാനും ഉതകുന്നത് എന്ന് അസദിന്റെ യാത്രാ വിവരണം പുകഴ്ത്തപ്പെട്ടു. ചിലർ അദ്ദേഹത്തെ റിച്ചാർഡ് ബട്ടനോടും ഡോട്ടിയോടും ഉപമിച്ചു. അസദിന്റെ ശൈലി മിക്ക സമയത്തും അവരെ കവച്ചു വെക്കുന്നു എന്നും സാഹസിക അനുഭവങ്ങളുടെയും ചിന്തോദ്ദീപകമായ നിരീക്ഷണങ്ങളുടെയും കൂട്ടിയിണക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ലോറൻസ് ഓഫ് അറേബ്യയെ അനുസ്മരിപ്പിക്കുന്നു എന്നും ചില പത്രങ്ങൾ എഴുതി. അറബികളുടെ ജീവിത പശ്ചാത്തലം വിവരിക്കുന്നതിനൊപ്പം അവരുടെ വിശ്വാസ ആചാരങ്ങൾ വ്യാഖ്യാനിക്കുന്ന അദ്ദേഹത്തിന്റെ രീതി പ്രശംസിക്കപ്പെട്ടു. അസദ് ഒരു മിസ്റ്റിക് ആണെന്ന് നിരൂപകർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മുഹമ്മദ് അസദിന്റെ കണ്ടെത്തലുകളോടും തീർപ്പുകളോടും സൈദ്ധാന്തികമായി യോജിക്കുവാൻ കഴിയാത്തവർക്ക് പോലും അദ്ദേഹത്തിന്റെ സമീപന രീതി അത്ര എളുപ്പം തള്ളിക്കളയാൻ ആവുമായിരുന്നില്ല. ചരിത്രത്തിലെ ചില മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവുകയും അവയിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ അനുഭവങ്ങളെ ആർക്ക് അവഗണിക്കാനാകും? സർവോപരി കാൽപ്പനികത മുറ്റി നിൽക്കുന്ന ഒരു മനസ്സിന്റെ ഉടമ സ്വന്തം ജീവിതയാത്രയുടെ ഗതിവിഗതികൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ചാരുതയാർന്ന ഈ രചനാശില്പം എല്ലാ അർത്ഥത്തിലും ഒരു അനുഭവമാണ്. അറിവിന്റെയും അനുഭൂതികളുടെയും ചക്രവാളങ്ങൾ വികസ്വരമാക്കുന്ന കാവ്യാനുഭവം. ആശയങ്ങൾക്കൊപ്പം ശൈലിക്കും തൂക്കം നൽകുന്ന രചനയാണ് അസദിന്റേത്. മരുഭൂമി പോലെ പ്രകാശത്തിന്റെയും വിസ്തൃതിയുടെയും ഗംഭീര ദൃശ്യമായ അനുപമമായ ഭീകര സൗന്ദര്യത്തോടെ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ നീണ്ടു പരന്നു കിടക്കുന്നു. അവിടുത്തെ പ്രതീക പരമ്പരകൾ മരുപ്പച്ചയായി വായനക്കാരന് അനുഭവപ്പെടുമെങ്കിലും പരിഭാഷകന് മുൻപിൽ അത് എളുപ്പം മരീചികയായി മാറുന്നു. ചിലപ്പോൾ അത് അസദ് വർണ്ണിച്ച രീതിയിലുള്ള മഞ്ഞുമൂടിയ പാമീർ കുന്നുകളെ പോലെ പരിഭാഷകന്റെ ചവിട്ടടികളെ ചതിച്ച് തോൽപ്പിക്കുന്നു. പരിഭാഷാകർമ്മം മരുഭൂയാത്ര പോലെ ദാഹാർത്ഥവും സാഹസികവും അനുഭൂതിദായകവുമായി മാറുന്നു. ഇനി പുസ്തകത്തിലേക്ക്. കരുണയും കാവ്യഭംഗിയും ചാലിച്ചെഴുതിയ യാത്രാ പുസ്തകം തുടങ്ങുന്നത് ദാഹം എന്ന അധ്യായത്തിലൂടെയാണ്. ഞങ്ങൾ യാത്ര പോവുകയായിരുന്നു. രണ്ടുപേർ ഒട്ടകങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ തിളയ്ക്കുന്നുണ്ടായിരുന്നു. എങ്ങും എവിടെയും പ്രശോഭിക്കുന്ന പ്രകാശം, പ്രകാശത്തിന്റെ മഹാപ്രവാഹം. ചുവപ്പ് നിറത്തിലും പിങ്കല വർണ്ണത്തിലുമുള്ള മണൽക്കൂനകൾ, മണൽക്കൂനകൾക്ക് പിറകെ മണൽക്കൂനകൾ, അവയെ പിന്നിട്ട് പിന്നെയും പിന്നെയും മണൽക്കൂനകൾ. ഏകാന്തതയും എരിയുന്ന നിശബ്ദതയും ഉറക്കം വരുത്തുന്നു. ആടി ആടിയുള്ള ആ പോക്ക്. രണ്ടുപേർ ഒട്ടകപ്പുറത്ത്, ആരും മറക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ചുട്ടുകൊള്ളുന്ന വെയിലും ചൂടുകാറ്റും നീണ്ടു നീണ്ടു പോകുന്ന വഴിത്താരയും. മണൽക്കുന്നുകളുടെ ശിഖരങ്ങളിൽ അവിടവിടായി വളർന്നു നിൽക്കുന്ന മഞ്ഞപ്പൂക്കളുടെ പൊടിപ്പുകൾ. ഭീമസർപ്പങ്ങളെ പോലെ അവിടവിടെ മണലിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഹംദിന്റെ പടർപ്പുകൾ. പഞ്ചേന്ദ്രിയങ്ങളെയും മയക്കം വന്നു മൂടുന്ന ചുറ്റുപാട്. ഒട്ടകപ്പുറത്തുള്ള ഞങ്ങൾ ഏതാണ്ട് ഊഞ്ഞാലാടുകയാണ്. ഒട്ടകത്തിന്റെ ഉപ്പൂറ്റിക്കടിയിൽ മണൽ ഞെരിഞ്ഞമരുന്നതിനെ കുറിച്ചും ജീനയുടെ ഉറ സ്വന്തം മുട്ടിൽ ഉരുമുന്നതിനെ കുറിച്ചും മാത്രമേ അപ്പോൾ ഓർക്കാനാവൂ. വെയിലിൽ നിന്നും ചൂടുകാറ്റിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി മുഖം ശിരോവസ്ത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ്. തൊട്ടറിയാവുന്ന മട്ടിലുള്ള സ്വന്തം ഏകാന്തത അവനവൻ തന്നെ വഹിച്ചു കൊണ്ടുപോകുന്ന പ്രതീതി. ഒരു മരുഭൂമി മുറിച്ചു കടന്ന് തൈമയിലെ നീരുറവയ്ക്ക് നേരെ, ദാഹിച്ചു വലഞ്ഞ ആർക്കും കുടിനീര് നൽകുന്ന തൈമയിലെ ഇരുണ്ട ഊറ്റുകൾക്ക് നേരെ. നുഫൂത്ത് കടന്ന് തൈമയിലേക്ക്. ആ ശബ്ദം എനിക്ക് കേൾക്കാം. പക്ഷേ അതൊരു സ്വപ്ന ശബ്ദമാണോ അതോ എന്റെ കൂട്ടുകാരന്റെ തന്നെ ശബ്ദമാണോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല. നീ വല്ലതും പറഞ്ഞോ സയ്യിദ്? ഞാൻ പറയുകയായിരുന്നു. എന്റെ കൂട്ടുകാരൻ മറുപടി പറയുന്നു. നീരുറവകൾ കാണാൻ വേണ്ടി അധികമാരും നുഫൂത്ത് കടന്ന് പോകാറില്ല. സയ്യിദും ഞാനും നജിബ് ഇറാഖ് അതിർത്തി പ്രദേശത്തുള്ള ഖസർ അത്തൈമനിൽ നിന്ന് മടങ്ങുകയാണ്. ഇബ്നു സൂദ് രാജാവിന്റെ ആവശ്യപ്രകാരമാണ് ഞാൻ അവിടെ പോയത്. അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് ധാരാളം സമയം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറ് മാറി 200 മൈൽ അകലെ വിദൂരസ്ഥമായി കിടക്കുന്ന പ്രാർത്ഥന മരുപ്പച്ചകൾ കാണാൻ ഞാൻ തീരുമാനിച്ചത്. തേമാദേശ നിവാസികളെ
നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടു ചെല്ലുവിനെന്ന് പഴയ നിയമത്തിൽ യെശയ്യാവ് ഈ തൈമയെ പുകഴ്ത്തുകയുണ്ടായി. തൈമയുടെ ജലസമൃദ്ധി, അറേബ്യയിൽ മറ്റെങ്ങും കാണാത്ത വിധത്തിലുള്ള അവിടുത്തെ ആഴമുള്ള നീരുറവകൾ ഇസ്ലാമിനു മുമ്പ് തന്നെ തൈമയെ ആദിമ അറേബ്യൻ സംസ്കാരത്തിന്റെയും സാർദ്ധവാഹക സംഘത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. ഏറെക്കാലമായി ഞാനത് കാണാൻ കൊതിക്കുന്നു. കച്ചവട സംഘങ്ങളുടെ വളഞ്ഞു ചുറ്റിപ്പോകുന്ന വഴിവിട്ട് ഞങ്ങൾ നേരെ ഖസറു തൈമനിൽ നിന്ന് സിറിയൻ മരുഭൂമിയുടെയും മധ്യ അറേബ്യയിലെ കുന്നിൻ പ്രദേശത്തിന്റെയും ഇടയിൽ കിടക്കുന്ന ചുവന്ന മണൽ പ്രദേശമായ നുഫുദിൽ കബീറിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. മഹാമരുപ്രദേശത്തിന്റെ ഈ ഭാഗത്ത് എവിടെയും വഴികളോ ചവിട്ടടി പാതകളോ ഇല്ല. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ കാലടിപ്പാടുകൾ ഇവിടുത്തെ എളുപ്പം വഴങ്ങുന്ന പൊടിമണലിൽ ഏറെ നേരം പതിഞ്ഞു കിടക്കാതെ ഇവിടുത്തെ കാറ്റു നോക്കും. വഴിപോക്കന്റെ കണ്ണിന് സഹായിക്കുന്ന വഴി അടയാളങ്ങളെയും അവ എളുപ്പം മൂടിക്കളയും. കാറ്റിന്റെ നിതാന്ത പ്രഹരത്തിൽ മണൽക്കൂനകൾ നിരന്തരമായി രൂപം മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക്. ദൃഷ്ടിഗോചരമല്ലാത്ത വിധം പതുക്കെ പതുക്കെ ഒഴുകി ഒഴുകി പോവുകയാണ്. അങ്ങനെ കുന്നുകൾ ഒലിച്ചിറങ്ങി സാവധാനം താഴ്വരകൾ പതുക്കെ വളർന്നു കയറി കുന്നിൻപുരങ്ങളുമായി മാറുന്നു. ആ മണൽമേടുകളിൽ ഒട്ടകത്തിന്റെ വായ്ക്കു പോലും ചാരം പോലെ അരോചകമായി തോന്നുന്ന ഉണക്കപ്പുല്ലുകൾ പുള്ളികുത്തിയിട്ടുണ്ട്. കാറ്റിൽ അവ തളർച്ചയോടെ കിരികിരിക്കുകയാണ്. പലപ്പോഴായി പല ഭാഗത്തു നിന്നും ഞാൻ ഈ മരുഭൂമി താണ്ടിയിട്ടുണ്ടെങ്കിലും പരസഹായം കൂടാതെ വഴി കണ്ടുപിടിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൈദിനെ കൂട്ടിന് കൂട്ടിയതിൽ ഞാൻ ആഹ്ലാദിച്ചു. ഇതാണ് സൈദിന്റെ ജന്മദേശം. നുഫൂദിൽ കബീറിന്റെ തെക്കും കിഴക്കുമായി പാർത്തുവരുന്ന ഷമ്മർ ഗോത്രത്തിൽപ്പെട്ടവനാണ് അയാൾ. ശിശിരത്തിലെ കനത്ത മഴയിൽ മണൽക്കുന്നുകൾ പെട്ടെന്ന് ചെളി നിറഞ്ഞ ചതുപ്പായി മാറുമ്പോൾ കൊല്ലത്തിലെ ഏതാനും മാസം ഒട്ടകങ്ങളെ മേയ്ക്കുവാൻ മരുഭൂമിയുടെ മധ്യത്തിൽ ചെലവഴിക്കുന്നവരാണവർ. മരുഭൂമിയുടെ ഭാവപകർച്ചകൾ സൈദിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അയാളുടെ ഹൃദയം അവയ്ക്കൊപ്പം മിടിക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരനായ പുരുഷൻ ഒരുപക്ഷെ സയ്യിദാണ്. വിശാലമായ നെറ്റിത്തടവും മെലിഞ്ഞ ശരീരവും ഒത്ത ആകാരവും എല്ലുറപ്പുമുള്ള മനുഷ്യൻ. ഗോതമ്പ് നിറമുള്ള മെലിഞ്ഞ മുഖം, കരുത്തുറ്റ താടിയെല്ലുകൾ. ഇവയെ ആവരണം ചെയ്തുകൊണ്ട് മരുഭൂമിയിലെ അറബിയിൽ പ്രതീക്ഷിക്കാവുന്ന സ്വതസിദ്ധമായ മാന്യതയും ശാന്തിയും അയാളിൽ ഒത്തുചേർന്നിരുന്നു. ശുദ്ധമായ ബദവി വംശത്തിന്റെയും നജിദി നഗര ജീവിതത്തിന്റെയും ധന്യമായ ഒരു സമന്വയമായിരുന്നു സൈദിന്റെ വ്യക്തിത്വം. ബദവികളുടെ വൈകാരിക ബാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവരുടെ സഹജ വാസനകൾ അയാൾ സൂക്ഷിച്ചിരുന്നു. നഗരജീവികളുടെ സമ്മിശ്രണങ്ങൾക്ക് ഇരയാവാതെ തന്നെ അവരുടെ പ്രായോഗിക ബുദ്ധി ഈ ചെറുപ്പക്കാരൻ വശമാക്കിയിരുന്നു. എന്നെപ്പോലെ സാഹസികതയുടെ പുറകെ ഓടാതെ തന്നെ സൈദും സാഹസികത ആസ്വദിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അയാളുടെ യൗവനാരംഭം ഉദ്വേഗങ്ങളും സംഭവങ്ങളും നിറഞ്ഞതായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് സിനായി ഭാഗത്ത് തുർക്കി ഗവൺമെന്റിന് വേണ്ടി സൈനിക നീക്കം നടത്തിയ ഒട്ടകപ്പടയിൽ കുട്ടിയായിരിക്കെ അയാൾ പങ്കെടുത്തു. ശമ്മർ ഗോത്രത്തിന്റെ മണ്ണിനു വേണ്ടി ഇബ്നു സൂദിനോട് അയാൾ പോരാടി. പേർഷ്യൻ ഗൾഫിൽ അയാൾ ആയുധം കള്ളക്കടത്തു നടത്തി. അറബ് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള നിരവധി പെൺകുട്ടികളെ അയാൾ കലശലായി പ്രേമിച്ചു. ഈജിപ്തിൽ അയാൾ കുതിര കച്ചവടക്കാരനായിരുന്നു. ഇറാഖിൽ അയാൾ ഒരു ഭാഗ്യാന്വേഷിയായിരുന്നു. ഒടുക്കം 5 കൊല്ലത്തോളം അറേബ്യയിൽ എന്റെ കൂട്ടുകാരനായിരുന്നു. ഇപ്പോൾ 1932 വേനൽക്കാലത്ത് മുമ്പ് പലപ്പോഴും പതിവുണ്ടായിരുന്ന പോലെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ഞങ്ങളുടെ വഴികൾ ജനവാസമില്ലാത്ത മണൽക്കുന്നുകൾക്കിടയിലൂടെയായിരുന്നു. വിശാലമായ നീരുറവുകൾക്ക് സമീപത്ത് ഞങ്ങൾ തങ്ങി. രാത്രിയിൽ താരകങ്ങൾക്ക് കീഴെ ഞങ്ങൾ വിശ്രമിച്ചു. ചുട്ട മണൽപ്പുറത്ത് പതിയുന്ന മൃഗങ്ങളുടെ നിതാന്തമായ കാലൊച്ചകൾ ഞങ്ങൾ ചെവിയോർത്തു. ചിലപ്പോൾ യാത്രകൾക്കിടയിൽ ഒട്ടകത്തിന്റെ പാദപതനങ്ങൾക്കൊപ്പം തന്റെ പുരുഷസ്വരത്തിൽ സൈദ് പാടി. രാപ്പാർക്കുമ്പോൾ ഞങ്ങൾ കാപ്പിക്കൂട്ടി ചോറ് വെച്ചു. വല്ലപ്പോഴും വല്ല കാട്ടിറച്ചിയും വേവിച്ചു. രാത്രി മണലിൽ കിടന്നുറങ്ങുമ്പോൾ ശീതളമായ കാറ്റ് ഞങ്ങളെ തഴുകി തലോടി കടന്നുപോയി. മണൽക്കുന്നുകൾക്ക് മേലെ വെടിക്കെട്ട് പൊട്ടിത്തെറിക്കും പോലെ രക്തവർണ്ണത്തിൽ ഉദിച്ചു പൊങ്ങുന്ന സൂര്യൻ. ചിലപ്പോൾ നനച്ചിരിക്കാതെ വെള്ളം കിട്ടുന്നത് കൊണ്ട് മുള പൊട്ടാൻ സാധിക്കുന്ന സസ്യത്തിൽ വെളിപ്പെടുന്ന ജീവിതത്തിന്റെ അത്ഭുതം. ഞങ്ങൾ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നു.
ഒരു തുകൽ സഞ്ചിയിൽ നിന്ന് വെള്ളമെടുത്ത് മുഖവും കൈയും കാലും കഴുകിയായിരുന്നു ഞാൻ. ഏതാനും ജലകണികകൾ അപ്പോൾ കാലിനടുത്തുണ്ടായിരുന്ന പുൽപ്പടർപ്പിൽ വീണു. സൂര്യന്റെ നിർദ്ദയതാപത്തിൽ വരണ്ട് ഉണങ്ങിയ മഞ്ഞച്ച പാവം ചെടി. വെള്ളം അതിന്മേൽ ഇറ്റ് വീണപ്പോൾ അതിന്റെ ചുക്കിച്ച ഇലകളിലൂടെ ഒരു വിറ പാഞ്ഞുപോയി. അവ സാവധാനം ചുളി നിവരുന്നത് ഞാൻ നോക്കി നിന്നു. കുറെ കൂടി തുള്ളികൾ. അവ വിറയലോടെ സാവധാനം സംശയിച്ച് ചുളി നിവർന്നു വന്നു. ആ പുൽപ്പടർപ്പിലേക്ക് കുറെ കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ ദീർഘനിശ്വാസം വിട്ടു. മരണത്തിന്റെ സ്വപ്നത്തിൽ നിന്ന് ഏതോ അദൃശ്യ ശക്തികൾ അതിനെ വിളിച്ചുണർത്തുന്നത് പോലെ ആ ചെടി കുറെ കൂടി വേഗതയിൽ കുറെ കൂടി ശക്തമായി ചലിച്ചു. അതിന്റെ ഇലകൾ എന്തൊരാനന്ദമാണ് അവയ്ക്ക്! അവ സ്റ്റാർ മത്സ്യത്തിന്റെ കരങ്ങൾ പോലെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തു. നാണം കലർന്ന തടുക്കാനാവാത്ത ജീവിതോന്മാദ പ്രകർഷം അതിനെ കീഴടക്കിയതുപോലെ തോന്നി. ഒരു നിമിഷം മുമ്പ് ഉണ്ടായിരുന്ന മൃതാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് അത് വിജയകരമായി തിരിച്ചു വരികയായിരുന്നു. ജീവിതത്തിന്റെ മഹിമ സ്വയം മനസ്സിലാക്കാതെ അത് ജീവിതം വീണ്ടെടുക്കുകയായിരുന്നു. നിങ്ങൾക്കത് മരുഭൂമിയിൽ വെച്ചേ മനസ്സിലാകൂ. കാരണം അവിടെ കഴിച്ചുകൂട്ടുക അത്ര ശ്രമകരമാണ്. ജീവിതം മരുഭൂമിയിൽ ഒരു സമ്മാനമാണ്, ഒരു നിധിയാണ്, ഒരു അത്ഭുതമാണ്. നിരവധി കൊല്ലത്തെ പരിചയമുണ്ടെങ്കിൽ പോലും മരുഭൂമി നിങ്ങൾക്ക് എന്നും അത്ഭുതമായിരിക്കും. അതിന്റെ എല്ലാ ശൂന്യതകളോടും ഇടുക്കങ്ങളോടും കൂടി മരുഭൂമിയെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നോക്കിയിരിക്കെ ചിലപ്പോൾ സ്വപ്നാവസ്ഥയിൽ നിന്ന് അത് ഉണരുന്നു. അത് ദീർഘശ്വാസം വിടുന്നു. ഇന്നലെ വരെ മണലും ചരലും മാത്രം പരന്നു കിടന്ന സ്ഥലങ്ങളിൽ ഇന്ന് നേർത്ത് വിളറിയ പച്ചപ്പുല്ല് പൊടിച്ചു വരുന്നു. ചിലപ്പോൾ അത് വീണ്ടും ശ്വസിക്കുന്നു. അന്തരീക്ഷത്തിലൂടെ പറന്നെടുക്കുന്ന ചെറു പറവകളുടെ സംഘങ്ങൾ. എവിടെ നിന്നാണ് ഇവയൊക്കെ വരുന്നത്? എങ്ങോട്ട് പോകാൻ? കുരുന്നു പക്ഷികൾ, നീണ്ട ചിറകുകൾ, ഇരുണ്ട പച്ച നിറം. അലഞ്ഞു തിരിയുന്ന വിശന്ന പട്ടാളക്കൂട്ടം പോലെ കരിമേഘ സമാനം ഭൂമിക്ക് മുകളിൽ പറന്നുയരുന്ന നരച്ചിരുണ്ട വെട്ടുകിളികളുടെ മഹാവ്യൂഹം. അവയുടെ കുതിപ്പും കിതപ്പും. ഇവിടെയാണ് അറേബ്യയുടെ നാമരഹിതമായ എല്ലാ സുഗന്ധങ്ങളും കിടക്കുന്നത്. ഇതുപോലൊരു മണൽപ്പരപ്പിൽ, ഇതുപോലെ മാറി വരുന്ന മറ്റു ഭൂഭാഗങ്ങളിലും. ചിലപ്പോൾ അത് കറുത്തിരുണ്ട് വിണ്ട് കീറിയ ലാവ പ്രദേശമായിരിക്കും. ചിലപ്പോൾ അറ്റമില്ലാത്ത മണൽക്കുന്നുകളുടെ നാടായിരിക്കും. ചിലപ്പോൾ പാറക്കുന്നുകളുടെയും വഴി തടഞ്ഞുകൊണ്ട് മുയല് ചാടുന്ന കാട്ടുപൊന്തകളുടെയും ഇടയ്ക്ക് കിടക്കുന്ന താഴ്വരയായിരിക്കും. ചിലപ്പോൾ വിരണ്ടോടുന്ന മാൻപേടകളുടെ കാലടിപ്പാടുകളും വർഷങ്ങൾക്ക് മുൻപ് അതുവഴി പോയ വഴിപോക്കന്മാർ അവരുടെ വിദൂര വിസ്മൃത നാളുകളിൽ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിച്ചതുകൊണ്ട് പുക പിടിച്ചുപോയ കല്ലുകളും ചിതറിക്കിടക്കുന്ന മണൽ പ്രദേശമായിരിക്കും. ചിലപ്പോൾ നീണ്ട മരങ്ങൾക്ക് കീഴെ കിണറുകൾക്ക് മുകളിലെ മരക്കപ്പികൾ നിർത്താതെ സംഗീതമുതിർക്കുകയും പാടുകയും ചെയ്യുന്ന ഏതെങ്കിലും നാട്ടിൻപുറമായിരിക്കും. ദാഹിച്ചു വലഞ്ഞ ഒട്ടകങ്ങളെയും ചെമ്മരിയാടുകളെയും ബദവി ഇടയന്മാർ ധാരാളമായി തെളിച്ചിറക്കുന്ന മരുഭൂമധ്യത്തിലെ ഒരു നീരുറവയായിരിക്കും. തുകൽ സഞ്ചികളിലേക്കും തൊട്ടികളിലേക്കും ഒഴിക്കുന്ന വെള്ളത്തിന്റെ കളകളാരവത്തിൽ പുളകം കൊള്ളുന്ന മൃഗങ്ങൾ. ഒപ്പം സംഘം ചേർന്ന് പാടുന്ന ഇടയന്മാർ. കരുണയില്ലാതെ ചൂട് വിതറുന്ന സൂര്യൻ വിതച്ച ഏകാന്തത ആ പുൽത്തകടികളിൽ വീണുകിടപ്പുണ്ടാകും. മഞ്ഞപ്പുല്ലുകളും ഇല നിറഞ്ഞ പുൽമേടുകളും സർപ്പാകാരത്തിൽ മണ്ണിൽ അള്ളിപ്പിടിച്ച വള്ളികളും നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് സ്വാഗതമൂടും. ഒറ്റപ്പെട്ട കരിവേലമരം നീലാകാശത്തിനെതിരെ അതിന്റെ ശാഖകൾ വിടർത്തി നിൽപ്പുണ്ടാകും. മൺതിട്ടകൾക്കും കല്ലുകൾക്കുമിടയിൽ ഇടത്തോട്ടും വലത്തോട്ടും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരിക്കലും വെള്ളം കുടിക്കുകയില്ലെന്ന് പറയപ്പെടുന്ന സുവർണ ചർമ്മമുള്ള ഓന്ത് തല നീട്ടുന്നുണ്ടാവും. ഒഴിഞ്ഞ സ്ഥലത്ത് ആട്ടിൻ രോമം കൊണ്ട് തമ്പുകൾ. അപരാഹത്തിൽ ഒട്ടകങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് തെളിക്കുന്ന ഇടയന്മാർ. ഇളയ ഒട്ടകങ്ങളുടെ പുറത്ത് സവാരി നടത്തുന്ന ഇടയന്മാർ അവരുടെ മൃഗങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നു. ആ മരുപ്രദേശത്തിന്റെ നിതാന്ത നിശബ്ദത അവരുടെ ശബ്ദത്തെ നക്കിയെടുക്കുകയും പ്രതിധ്വനി ഇല്ലാതെ അതിനെ വിഴുങ്ങുകയും ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ചക്രവാള വിദൂരതയിൽ തിളങ്ങുന്ന നിഴലുകൾ കാണാൻ കഴിയും. അവ മേഘങ്ങളാണോ? അവ എളുപ്പത്തിൽ നിറവും സ്ഥാനവും മാറ്റിക്കൊണ്ട് സാവധാനം ഒഴുങ്ങി നീങ്ങുകയാണ്. ഇപ്പോൾ അത് നരച്ച തവിട്ടു നിറമുള്ള പർവ്വതത്തെ ഓർമ്മിപ്പിക്കും. പക്ഷേ ആകാശത്തിലാണ്, ചക്രവാളത്തിനും അല്പം മീതെ. ഇപ്പോൾ ഏത് സ്ഥലത്തു നിന്ന് നോക്കിയാലും കാണുന്ന മട്ടിൽ നിഴൽ മൂടിയ പൈൻമരം പോലെ. പക്ഷേ ആകാശത്തിൽ അവ താഴോട്ട് ഇറങ്ങി വരുന്തോറും
രൂപം മാറി തടാകങ്ങളും ഒഴുകുന്ന നദികളും ക്ഷണിക്കുന്ന പ്രതീതിയുള്ള പ്രവാഹത്തിൽ കുന്നുകളെയും തരുലതാദികളെയും പ്രതിഫലിപ്പിക്കുന്ന ജലവാഹിനികളുമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് അവ എന്താണെന്ന് തിരിച്ചറിയുന്നു. ജിന്നുകളുടെ കൃത്രിമ ലാളനം, വഴിപോകനെ വ്യർത്ഥ പ്രതീക്ഷകളിലേക്കും നിത്യനഷ്ടത്തിലേക്കും നയിക്കുന്ന സാധാരണമായ മൃഗതൃഷ്ണ. ഈ നേരത്ത് ഓർത്തിരിക്കാതെ നിങ്ങളുടെ കൈ വെള്ളം നിറച്ച തുകൽ സഞ്ചിക്ക് നേരെ നീളുന്നു. മറ്റു നിരവധി അപായങ്ങൾ നിറഞ്ഞതാണ് മരുഭൂമിയിലെ രാവുകൾ. അടുത്തുള്ള ഗോത്രങ്ങൾ കലഹപ്രിയരാണെങ്കിൽ ദൂരെ നിന്ന് കാണാതിരിക്കുന്നതിനു വേണ്ടി വഴിപോക്കൻ തീ കത്തിക്കാതെ കാൽമുട്ടുകൾക്കിടയിൽ തോക്കും തിരുകി നിരവധി മണിക്കൂറുകൾ ഉണർന്നു തന്നെ ഇരിക്കേണ്ടി വരും. ആ ശാന്ത ദിനങ്ങൾക്ക് ശേഷം ഏകാന്ത ദീർഘമായ അലച്ചിൽ കഴിഞ്ഞ് നിങ്ങൾ ഒരു സ്വാർത്ഥവാഹക സംഘത്തെ കണ്ടുമുട്ടുന്നു. ചുട്ടുവെയിലിൽ കരുവാളിച്ചു പോയ ആ മനുഷ്യർ തമ്പുകളിലെ തീകുണ്ടങ്ങൾക്ക് ചുറ്റും വട്ടമിട്ടിരുന്ന് ജീവിതത്തെയും മരണത്തെയും സംബന്ധിച്ച ലളിതവും ബൃഹത്തുമായ കാര്യങ്ങളെപ്പറ്റി വർത്തമാനം പറയുകയാവും. അവരുടെ സംസാരം നീളും. വിശപ്പിനെയും തിന്നുമടുക്കുന്നതിനെയും പറ്റി, അഭിമാനത്തെയും സ്നേഹത്തെയും വെറുപ്പിനെയും പറ്റി, മാംസദാഹത്തെയും അതിന്റെ പൂർത്തീകരണത്തെയും പറ്റി, പോരാട്ടങ്ങളെപ്പറ്റി, ജന്മഗ്രാമങ്ങളിൽ വളരുന്ന ബലവൃക്ഷങ്ങളെപ്പറ്റി. പക്ഷെ നിങ്ങൾ ഒരിക്കലും വായാടിത്തരം കേൾക്കേണ്ടി വരില്ല. മരുഭൂമിയിൽ ഒരാൾക്കും വായാടിയാവാൻ കഴിയില്ല. കൊടിയ ദാഹത്തിന്റെ നാളുകളിൽ ജീവിതത്തിന്റെ വിളി നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു. ഉണങ്ങിയ മരച്ചീള് പോലെ വായ്ക്കകത്ത് നാവ് വിറങ്ങലിക്കുകയും ചീറിയടിക്കുന്ന മണലും ചുടുകാറ്റുമല്ലാത്ത മറ്റൊരു സന്ദേശവും ചക്രവാളത്തിന് നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന നാളുകളിൽ. പക്ഷെ ഇവയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ദിവസങ്ങളിൽ വസന്താരംഭത്തിൽ തടിച്ചു കൊഴുത്ത പെണ്ണൊട്ടങ്ങളുടെ പാൽ നിറച്ച പാത്രങ്ങളുമായി സ്വീകരിക്കുന്ന ബദവി തമ്പുകളിൽ നിങ്ങൾ അതിഥിയായി എത്തുമ്പോൾ കനത്ത മഴയ്ക്ക് ശേഷം മണൽത്തിട്ടകളും മണൽക്കൂനകളും പൂന്തോപ്പിൽ എന്ന പോലെ പച്ച പുതയ്ക്കുകയും മൃഗങ്ങളുടെ അകിട് തടിച്ചു കൊഴുത്ത് ചന്തം വെക്കുകയും ചെയ്യുമ്പോൾ ഒരു തമ്പിന്റെ മൂലയിൽ നിങ്ങളുടെ ബഹുമാനാർത്ഥം അറുത്ത ചെമ്മരിയാടിന്റെ ഇറച്ചി പാകം ചെയ്യുന്ന ബദൽ പെണ്ണുങ്ങൾ മലർക്കെ ചിരിക്കുന്നു. ചുവന്ന ലോഹത്തകിട് പോലെ സൂര്യൻ കുന്നുകൾക്ക് പിറകിൽ അപ്രത്യക്ഷമാകുന്നു. ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും നോക്കിയാൽ കാണുന്നതിലും അധികം താരനിബിഡമായ ആകാശം, താരകങ്ങൾക്ക് കീഴെ സ്വപ്നരഹിതമായ ഗാഠനിദ്ര, നരച്ച ശീതള പ്രഭാതങ്ങൾ, ശിശിരകാലത്തെ തണുത്ത രാവുകളിൽ നിങ്ങളും കൂട്ടുകാരും ഇത്തിരി ചൂടിനു വേണ്ടി ഒരുക്കിയ തീക്കുണ്ടങ്ങളിലെ അഗ്നിനാളങ്ങളെ വിഴുങ്ങാൻ വരുന്ന കാറ്റ്, അവസാനിക്കാത്ത മണിക്കൂറുകളിലൂടെ ഒട്ടകപ്പുറത്ത് ആടിയാടി വേനൽക്കാലത്ത് നിങ്ങൾ യാത്ര പോകുമ്പോൾ എരിഞ്ഞു നിൽക്കുന്ന പകലുകൾ, വരട്ടുന്ന കാറ്റിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടി ശിരോവസ്ത്രം കൊണ്ട് നിങ്ങൾ മുഖം മൂടിയിരിക്കുന്നു. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം മയക്കത്തിലേക്ക് ചായുകയാണ്. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു കൊച്ചു പക്ഷി ഇര തേടി വട്ടമിട്ട് പറക്കുകയാണ്. സായാഹ്നം സാവധാനം മണൽ കുന്നുകളോടൊപ്പം ഞങ്ങളെ പിന്നിടുകയാണ്. അതിന്റെ നിശബ്ദതയും ഏകാന്തതയും ഞങ്ങളെ പിന്നിട്ട് നീങ്ങുകയാണ്. അല്പനേരത്തിനു ശേഷം ഞങ്ങളുടെ വഴി മുറിച്ചു വന്ന ഒരു കൂട്ടം ബദവികളെ കൊണ്ട് ആ ഏകാന്തത ഭഞ്ജിക്കപ്പെട്ടു. 4-5 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. ഒട്ടകപ്പുറത്താണ്. തമ്പു കെട്ടാനുള്ള എല്ലാ ഉപകരണങ്ങളും പാചക പാത്രങ്ങളും ദേശാന്തരവാസത്തിന് പറ്റിയ മറ്റു ഉപകരണങ്ങളും എല്ലാം ഒട്ടകപ്പുറത്തുണ്ട്. എല്ലാറ്റിനും മേലെ 2 പിള്ളേരും. ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഒട്ടകങ്ങളെ നിർത്തി. അസ്സലാമു അലൈക്കും ഞങ്ങൾ പ്രത്യഭിവാദനം ചെയ്തു. വാ അലൈക്കും അസ്സലാം. വഴിയാത്രക്കാരെ, നിങ്ങൾ എങ്ങോട്ടാണ്? തൈമയിലേക്ക്. ഇൻഷാ അല്ലാ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? സഹോദരന്മാരെ, ഖസ്റു തൈമയിൽ നിന്നാണ്. ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ നിശബ്ദത പരന്നു. കറുത്ത് അറ്റം കൂർത്ത താടിയും തീക്ഷ്ണ മുഖവുമുള്ള ഒരാൾ കൂട്ടത്തിലുണ്ടായിരുന്നു. മെലിഞ്ഞ് പ്രായം തോന്നിക്കുന്ന അയാൾ ആ സംഘത്തിന്റെ തലവനായിരിക്കാം. അയാളുടെ നോട്ടവും കറുത്ത് അറ്റം കൂർത്തിട്ടാണ്. അയാളുടെ കണ്ണുകൾ സൈദിനെ ഒന്ന് തലോടിയ ശേഷം എന്റെ മേൽ സംശയപൂർവ്വം വിശ്രമിച്ചു. വഴിനടത്തമില്ലാത്ത ആ കാട്ടുപ്രദേശത്ത് സാധാരണമല്ലാത്ത വിധം വെളുത്ത എന്റെ തൊലി അയാളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തി. ബ്രിട്ടീഷ് അതിന് ഇറാഖിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞ അപരിചിതനായ ഈ അവിശ്വാസി അറബികളുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറുകയാണ് എന്നയാൾ വിചാരിക്കുന്നുണ്ടാവണം. ആ വൃദ്ധന്റെ കൈകൾ അസ്വസ്ഥത കൊണ്ടെന്ന വണ്ണം ജീനിന്മേൽ ചലിച്ചു. ഈ നേരം അയാൾ എന്തെങ്കിലും പറയുമെന്ന പ്രതീക്ഷയിൽ ആ സംഘത്തിലെ മറ്റാളുകൾ ഞങ്ങളുടെ ചുറ്റും കൂടി.
ഏതാനും നിമിഷം കഴിഞ്ഞ് നിശബ്ദത താങ്ങാൻ ആവാഞ്ഞിട്ടെന്ന വണ്ണം അയാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ഏത് അറബിയാണ് താങ്കൾ? ഞാൻ ഏത് ഗോത്രക്കാരനാണ്, ഏത് ദേശക്കാരനാണ് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഷമ്മർ ഗോത്രത്തലവൻ അന്ന് ഇബ്നു സഊദിന് ആദരവർപ്പിക്കുവാൻ കൊട്ടാരത്തിൽ വന്നപ്പോൾ അകമ്പടിയായി ഇയാളും വന്നിരുന്നു. യാതൊരു പൂജക സംജ്ഞകളുമില്ലാതെ ഇബ്നു സഊദിന്റെ അബ്ദുൽ അസീസ് എന്ന പേര് മാത്രമാണ് ബദവികൾ പറയാറുള്ളത്. അവരുടെ കണ്ണിൽ രാജാവ് ഒരു മനുഷ്യൻ മാത്രമാണ്, തീർച്ചയായും ആദരിക്കപ്പെടേണ്ടവൻ. പക്ഷേ മരുഭൂമിക്കൊപ്പം മാത്രമേ രാജാവിനെ ബഹുമാനിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഏറെ നേരം ഞങ്ങൾ പരസ്പരം ഓർമ്മ പുതുക്കി. പല വ്യക്തികളെ പറ്റിയും ഞങ്ങൾ സംസാരിച്ചു. റിയാദിലെ പഴങ്കഥകൾ ഞങ്ങൾ പങ്കുവച്ചു. രാജാവിനു ചുറ്റും ദിവസവും ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് അതിഥികളെ കുറിച്ച്, യാത്ര പറയുമ്പോൾ ഓരോരുത്തരുടെയും പദവിക്കനുസരിച്ച് അവർക്ക് കിട്ടാറുള്ള സാധനങ്ങളെ കുറിച്ച്, അവർക്ക് കൈ നിറയെ ലഭിക്കാറുള്ള വെള്ളി നാണയങ്ങൾ, പൊന്നാണയങ്ങൾ നിറച്ച് അവർക്ക് കിട്ടാറുള്ള അപായകൾ, അവർക്ക് സമ്മാനിക്കപ്പെടാറുള്ള കുതിരകൾ, ഒട്ടകങ്ങൾ, പൊൻപണം നിറച്ച കിഴികൾ, ഇവയെപ്പറ്റിയെല്ലാം ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ രാജാവിന്റെ ഉദാരത മടിശീലയുടേതല്ല, മനസ്സിന്റേതാണ്. ഞാനടക്കം അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെല്ലാം രാജഹൃദയത്തിന്റെ ഊഷ്മള വികാരങ്ങളെയാണ് വിലമതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ സ്നേഹിച്ചു. ഞാൻ അറേബ്യയിൽ ഉണ്ടായിരുന്ന കാലത്തൊക്കെയും ഇബ്നു സഊദിന്റെ സൗഹൃദം എന്റെ ജീവിതത്തിന്മേൽ ഊഷ്മള പ്രഭ പോലെ പരന്നൊഴുകിയിരുന്നു. അദ്ദേഹം രാജാവും ഞാൻ വെറും ഒരു പത്രപ്രവർത്തകനുമായിരുന്നിട്ടും അദ്ദേഹം എന്നെ സുഹൃത്തെ എന്ന് വിളിച്ചു. ഞാനും അദ്ദേഹത്തെ സുഹൃത്തെ എന്ന് തന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഏറെക്കാലം ജീവിച്ചത് കൊണ്ട് മാത്രമല്ല, പലരോടും കാണിച്ച അതിസൗഹൃദം അദ്ദേഹം എന്നോടും കാണിക്കുകയുണ്ടായി എന്നതുകൊണ്ട്. മറ്റു പലരുടെയും നേരെ സ്വന്തം മടിശീല തുറക്കുന്നത് പോലെ ഏറ്റവും സ്വകാര്യമായ ചിന്തകളുടെ കാര്യത്തിൽ പോലും അദ്ദേഹം എന്റെ നേരെ സ്വന്തം മനസ്സ് തുറന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സുഹൃത്തെ എന്ന് വിളിച്ചത്. എല്ലാ വീഴ്ചകൾക്കും ഉപരി അവ കുറച്ചേയുള്ളൂ, അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹവുമായി തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം അവനവൻ മാത്രമാകാനല്ലാതെ മറ്റാരുമാകാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നതുകൊണ്ടാണ്. മക്കയിലേക്കുള്ള പാതയിലൂടെ ഞങ്ങളും സഞ്ചരിക്കുകയാണ്. തുടർ യാത്രകളിൽ നിങ്ങളും ഉണ്ടാവണം. യാത്രയുടെ ബാക്കിയുമായി ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. ദിസ് ഇസ് കൃഷ്ണവേണി ഓൺലി ഫ്രം ആർക്കേസ്.